നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഒരു ഏഡൻ ഹസാർഡ് റിട്ടയർമെന്റിന്റെ ഒരു സ്പെഷ്യൽ അല്ല, ജസ്റ്റ് ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോയിൽ വന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു മേ ബി ഒരു 20-30 മിനിറ്റ്സ് ഏഡൻ ഹസാറിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ട്രീമിൽ ജോയിൻ ചെയ്യാനായിട്ട് വന്നത് തന്നെ. അപ്പോ അതിന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു നിമിഷം ഒരു എന്താ പറയണ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ അറിയാവുന്നുണ്ടാവുമല്ലോ, ഇപ്പോ ഇസ്രായേൽ പാലസ്തീൻ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചെൽസിക്കാരനിൽ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി ഈ പറയുന്ന പോലെ ഇതിന്റെ ഇടയിൽ പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം അനുഭവിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ പറയുന്ന ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ഡയലോഗ് പോലെ തന്നെയാണ് തോന്നിയത്. അതായത് മിസൈലൊക്കെ വന്ന് അടുത്തു വന്ന് പൊട്ടുന്നു എന്നൊക്കെ പറയണം. പക്ഷെ പുള്ളിക്കാരൻ ഇരിക്കുന്ന സ്ഥലം അത്രത്തോളം ഡേഞ്ചറസ് അല്ല. പക്ഷെ എന്നാലും ഇവർ ബങ്കറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ബങ്കറിൽ അവര് വെള്ളവും ബ്രെഡും അങ്ങനെ ചെറിയ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരിപ്പോ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരെ ബങ്കർ എന്ന് പറയുമ്പോൾ അവരുടേതായ ഇൻഡിവിജ്വൽ ഹൗസ് ബങ്കർ ആണോ അതോ ഗ്രൂപ്പ് ബങ്കർ ആണോ എന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ട് പുള്ളിക്കാരന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഫെലോ മലയാളികളുടെയൊക്കെ 1-2 വീടുകൾ വരെ തകർന്നുപോയി എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നാട്ടിലേക്ക് ഇപ്പൊ റിട്ടേൺ വരാണ്ടിരിക്കാൻ നോക്കുകയാണ്. കാരണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി എടുത്തിരിക്കുന്ന എഫേർട്ടും ക്യാഷും തിരിച്ചു കൊണ്ടുവരാന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ഇമോഷണലി ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റ് മലയാളികളും ഈ പറയുന്ന പോലെ സംഘർഷത്തിന്റെ ഇടയിൽ പെട്ടുപോകുന്നതിൽ അല്ലെങ്കിൽ അത് കേട്ടതിൽ വളരെ വളരെ ദുഃഖമുണ്ട്. ഒരു രീതിയിലും ആശ്വസിപ്പിക്കാൻ പറ്റില്ല നമ്മുടെ സൈഡിൽ നിന്ന്. അതായത് സ്റ്റേ സേഫ് എന്നൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു മനസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനക്കരുത്ത് തരട്ടെ ഇത് നേരിടാൻ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വരുന്ന പ്രതിസന്ധി നേരിടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, പ്രതീക്ഷകൾ കൈവിടരുത്. കാരണം പ്രതീക്ഷ വിട്ടുകഴിഞ്ഞാൽ മനുഷ്യ ജീവിതം വെറുതെയാണ്. അതുകൊണ്ട് പ്രതീക്ഷ വിടാണ്ട് മനക്കരുത്തോട് തന്നെ ഈ ഒരു വളരെ ഒരു ദുർബല നിമിഷം നിങ്ങൾക്ക് നേരിടാൻ പറ്റട്ടെ എന്നുള്ളൊരു രീതിയിലുള്ളൊരു ആശംസയായിട്ട് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും തന്നെ എനിക്ക് വേറെ പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാം. അതെനിക്ക് 2 നിമിഷം സംസാരിക്കണം എന്ന് തോന്നി. കാരണം ഇത് പറഞ്ഞതിന് മുമ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു വ്യക്തി തന്റെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം നമ്മുടെ അടുത്തുള്ള ഒരാള് തന്നെ ഇങ്ങനെ നേരിടുകയാണെന്ന് പറയുമ്പോൾ അവിടെ എത്ര പേര് അതുപോലെ അനുഭവിക്കുന്നുണ്ടാവും, എത്ര പേര് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും. കാരണം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ അത് ഏത് രാജ്യമായാലും എന്തും ആയിക്കോട്ടെ, അത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ത് പൊളിറ്റിക്കൽ സിനോറിയോ ആയിക്കോട്ടെ. അതുകൊണ്ട് അവിടെ നേരിടുന്ന എല്ലാവർക്കും ഏത് രാജ്യത്തിലായാലും, ഇസ്രായേൽ ആയാലും പലസ്തീൻ ആയാലും, അവര് ഇന്നസെൻസിന് കഴിയുന്ന രീതിയിലും പ്രൊട്ടക്ട് ചെയ്ത് വെക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ദ മജീഷ്യൻ, ദ മാൻ ഹിംസെൽഫ്, ഈഡൻ ഹസാർഡ്. വാവ്, എൻഡ് ഓഫ് എൻ എറ എന്ന് ഡിയോൺ പറഞ്ഞു. അബ്സല്യൂട്ട്ലി യെസ്, എൻഡ് ഓഫ് ദി എറയാണ്. ഒന്നുമില്ല പറയാനായിട്ട്. പുള്ളിക്കാരൻ ചെൽസിയിൽ നിന്നിട്ട് ചെൽസിയിൽ അദ്ദേഹം അച്ചീവ് ചെയ്തതെന്ന് പറയുന്നത് ഹാസ് നത്തിങ് ഷോർട്ട് ഓഫ് ഇൻക്രെഡിബിൾനെസ്. വെറും എന്താ, നമുക്കൊന്നും പറയാനില്ല. അത്രത്തോളം ആ ഒരു ലെവൽ ഓഫ് എന്താ പറയണേ, ഒരു സ്കില്ലാണ് ഏഡൻ ഹസാർഡ് കാണിച്ചിരിക്കുന്നത്. പല പല നിമിഷങ്ങളും ഏഡൻ ഹസാർഡിനെ സംബന്ധിച്ച് ചെൽസിയിൽ ഉണ്ടായിട്ടുണ്ട്. ലിവർപൂളിനെതിരെയുള്ള ഒരു ഗോള്, വെസ്റ്റ് ഹാമിനെതിരെയുള്ള ഒരു ഗോള്, ക്ലച്ച് മൊമെന്റ്സിലുള്ള പെർഫോമൻസ്, പുള്ളിക്കാരൻ ജിറൂവിന് കൊടുത്തിരുന്ന ഒരു അസിസ്റ്റ്, എന്നിട്ട് ജിറു ആ ഒരു അസിസ്റ്റ് എടുത്തിട്ട് സ്കോർ ചെയ്യുന്ന ഒരു ഗോള്. ഒരു ചെൽസിനെ ഒരു ടോപ്പ് ക്ലബാക്കി നിലനിർത്തിയത് സത്യം പറഞ്ഞ ഏഡൻ ഹസാർഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അഫ്കോഴ്സ് വി ഹാഡ് ഡിയേഗോ കോസ്റ്റ നമുക്ക് 20 ഗോളുകൾ പുല്ലുവരെ തന്നിരുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും ദ കോൺട്രിബ്യൂഷൻ ഏഡൻ ഹസാർഡ് ഡിഡ് ഫോർ ചെൽസി ടീം എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻക്രെഡിബിൾ. അത് എത്രത്തോളം ഇൻക്രെഡിബിൾ ആണെന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം. നമുക്ക് ഗോൾ സ്കോറേഴ്സ് എല്ലാം എന്ന് പറയുമ്പോൾ, കാരണം ഏഡൻ ഹസാർഡ് പോയതിനു ശേഷം അങ്ങനെ ഒരു കെയോസ് ടീമിൽ ഉണ്ടാക്കിയിട്ട് ഗോൾ അടിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഇല്ല.
ഇടയ്ക്ക് റഹീം സ്റ്റേർലിംഗ് ഒന്ന് തലമുക്കി കാണിക്കും. മുഡ്രിക്കിന്റെ മേലിലൊരു പ്രതീക്ഷയുണ്ട്. പുളിസിക് അതായി മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ എപ്പോഴും ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ നമ്മുടെ ക്ലബിൽ നിന്ന് പോവുകയും ഇന്നിപ്പോ വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് 32 വയസ്സിൽ ഇന്നിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ, ടോണി ക്രൂസ് അല്ല, ലൂക്ക മോഡ്രിച്ച്, തിയാഗോ സിൽവ എന്നീ പറയുന്ന പ്ലെയേഴ്സൊക്കെ 35 വയസ്സ് കഴിഞ്ഞിട്ടും എലീറ്റ് ലെവലിൽ പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ, ഈഡൻ ഹസാർഡ് 32ാമത്തെ വയസ്സിൽ വിരമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സങ്കടമുണ്ട്. അതിനകത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ആരെ ചെയ്തതെന്ന് എനിക്കറിയില്ല, വീഡിയോ പറഞ്ഞ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, ഏതൊരു കളിക്കാരനോടും തന്റെ കാലഘട്ടത്തിൽ ഈഡൻ ഹസാർഡ് കളിച്ചിരുന്ന കാലഘട്ടത്തിൽ ചോദിക്കുകയാണ് താൻ ഭയക്കുന്ന ഒരു പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈഡൻ ഹസാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഈഡൻ ഹസാർഡിന്റെ പേര് അതിന് ഉണ്ടാവുന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഈഡൻ ഹസാർഡിനെ കുറിച്ച് ആധികാരമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഷാജിയേട്ടനെ ഞാൻ ക്ഷണിച്ചോളുന്നു. ഷാജിപാപ്പ നമസ്കാരം. നമസ്കാരം. കുറെ ദിവസങ്ങളായി. എന്നാൽ ഈ സ്ട്രീമിൽ ജോയിൻ ചെയ്തതിൽ ഒരുപാട് നന്ദി. വളരെ ഈഡൻ ഹസാർഡ് റിട്ടയർ ചെയ്യുന്നു എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒഫീഷ്യലി എന്താ പറയണേ, ഇന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. വാട്ട് വാസ് യുവർ ഫസ്റ്റ് റിയാക്ഷൻ അബൌട്ട് ഇറ്റ്? സാഡ്, ബട്ട് ഐ തിങ്ക് ഒരു ചെൽസി ഫാൻ ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് സാഡ് ഇൻ ദ സെൻസ് ദാറ്റ് he was actually next in line after Messi and Ronaldo. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ he should have actually gone to that level. ആ ഒരു മെസ്സി റൊണാൾഡോന്റെ ഒരു ഗലാറ്റിക്കോയുടെ ഇപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റേറ്റസ് ആണ്. ബട്ട് പ്രോബ്ലി ദ നെക്സ്റ്റ് ലെവൽ ഒരു എന്താ പറയുന്ന ഒരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആവേണ്ട ഒരു അവസരം പുള്ളി ആ റിയൽ മാഡ്രിഡിൽ പോയി കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഇത്. ഇഞ്ചുറീസ് ആർ പാർട്ട് ഓഫ് ഇറ്റ്, ബട്ട് ഐ തിങ്ക് ഹി മെയ്ഡ് ദാറ്റ് വാസ് എ പൂർ ഡിസിഷൻ ഇൻ ഹിസ് കരിയർ. അത് പുള്ളിയും പുള്ളിയുടെ ഏജന്റും കൂടിയുള്ള ഒരു ഇതാണ്. ഇത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്, വേൾഡിലെ ടോപ്പ് 2 ഫുട്ബോൾ ക്ലബിൽ ആരായാലും, ഞാനായാലും ശ്രീകാന്ത് ആയാലും കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേങ്കിൽ സംടൈംസ് യു ഹാവ് ടു റിയലൈസ് ദാറ്റ് ആ ക്ലബിൽ മാത്രം പോകുന്നതുകൊണ്ട് മാത്രം ഒരു എന്താ പറയുന്നത് ഒരു ഗലാറ്റിക്കോ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ട് വരണം എന്നില്ല. That was a wrong decision. He should not have gone there. Had he stayed in Chelsea, Chelsea would have won more trophies. He would have won more trophies. His career would have been more. Look at the career of Harry Kane. Harry Kane did the right thing. I mean, Tottenham ayal poi, but Harry Kane still remains one of the top strikers the world has seen in recent times. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഒരു സാഡ്നെസ് ഉണ്ട്. ബിക്കോസ് ഇത്രയും ബുദ്ധിയുള്ള ഒരു പ്ലെയർ, ഇത്രയും ജീനിയസ് ആയിട്ടുള്ള പ്ലെയർ, സംടൈംസ് നമ്മളെ ചുറ്റിയിരിക്കുന്ന ഏജന്റുകളും ചില സമയം നമ്മളെ കുടുംബക്കാരുടെ അഭിപ്രായങ്ങളും ചില സമയങ്ങളിൽ നമ്മളെ വഴിതെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചത്, ഹിസ് ഏജന്റ് വാസ് വെരി പെർസിസ്റ്റിംഗ് ദാറ്റ് he was getting repeated query from Zinedine Zidane. Zidane was always behind his agent that he should go on and become a Real Madrid player. That was one of the reasons for it. Regret ആണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈസ് സച്ച് എ നൈസ് ജെന്റിൽമാൻ ദാറ്റ് ഈസ് നെവർ, ഐ മീൻ പുള്ളിയുടെ റിട്ടയർമെന്റ് കോട്ടിലും പുള്ളി അതിനെ ഒരു റിഗ്രറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഹി താങ്ക്ഡ് ഈവൻ ദ റിയൽ മാഡ്രിഡ് ക്ലബ് ഓൾസോ ഇൻ ദാറ്റ് പോയിന്റ്. ആ ഒരു പോയിന്റിൽ ഇതാണ്. ബട്ട് ജീനിയസ് ഫുട്ബോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബഡി ഹു വിൽ ക്രിയേറ്റ് മാജിക് എനി മൂമെന്റ്. നമ്മൾ പറയില്ലേ, ചിലപ്പം ഒരു കാല് കൊണ്ട് കളിക്കുകയാണെങ്കിലും നമ്മൾ ഹസാർഡിനെ ഒന്ന് പിച്ചിൽ നിർത്തും. ഒരു കാല് ഡെഡ് ലെഗ് ആയാലും, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഡെഡ് ലെഗ് എന്നാണ് പറയുന്നത്. ചിലപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പം ക്രാംസ് വന്ന് മരവിച്ചു പോകും. ഒരു കാലായാലും നമ്മൾ ഹസാർഡിനെ പിച്ചിൽ നിർത്തും. ബിക്കോസ് ഹി ഈസ് സച്ച് എ മജീഷ്യൻ that he can create that kind of a place. But sadly the last 4 years was very bad. അതാണ് ഏറ്റവും വലിയൊരു വിഷമം തരുന്ന ഒരു വിഷയം. Correct. I mean, another prime example would be Neymar to PSG. അതൊരു certain people click. Another Ronaldo to Real Madrid click. Gareth Bale to Real Madrid really worked. But not Toni Kroos to Real Madrid worked. But not every player who moved to Real Madrid ഉദ്ദേശിക്കുന്ന രീതിയിൽ. What do you think went wrong for him? That's my point. I mean, every player ഈ വലിയ ക്ലബിൽ പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, sometimes because of the sheer pressure of constantly you have to win football matches, sometimes you get എന്താ പറയുക ഐസൊലേറ്റ് ആയി പോകുന്നതാണ്. അത് നല്ല പ്ലേയേഴ്സിന്റെ ഇതിന്റെ കാരണം കൊണ്ടൊന്നും ഇല്ല. ഐ മീൻ നല്ല പ്ലെയർ അല്ലാത്ത കൊണ്ടല്ല,
ബട്ട് ഇറ്റ് ഹാപ്പൻസ്. എന്തോരം പ്ലെയർ ഉണ്ട്. ഇപ്പം എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഇസ്കോ എന്ന് പറഞ്ഞ പ്ലെയർ ഒക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പ് പ്ലെയറാ ശരിക്കും. എനിക്ക് തോന്നുന്നു അവൻ റിയൽ മാഡ്രിഡിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ക്ലബിലായിരുന്നെങ്കിൽ അവൻ ഭയങ്കര ഇതിലും വലിയ സ്റ്റാർ ആയാണ്. ബട്ട് ഹാഫ് ദ കരിയർ വെന്റ് ദർ ഇറ്റ്സെൽഫ്. അത്രയും ഇതാണ്. അതെ, അസെൻസിയോ. എന്തിനാണ് നമ്മൾ അത്രയും പോകുന്നത്? നമ്മളെ 2 ദിവസം മുന്നേ ഞാൻ നമ്മുടെ എന്താ പറയുക ബാലുയുടെ സ്ട്രീമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെയിംസ് മാഡിസൺ. ഈ മാഡിസൺ ഇപ്പൊ ടോട്ടൻഹാമിന് കളിക്കുന്ന കളി കാണുമ്പോ ഇപ്പൊ ശ്രീകാന്ത് കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത്, if this guy has left Leicester City long time back, he would have been a big superstar. Huge star ആയിട്ടുണ്ടാവും. എന്തിനാണ് അത്രയും വർഷം വെയിറ്റ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സംടൈംസ് ഒരു പ്ലെയർ ചിലപ്പോ ഒരു ക്ലബിനോടുള്ള ഒരു എന്താ പറയാ ഒരു നോവൽറ്റി ആയിരിക്കും ഒരുപാട് നിൽക്കുന്നുണ്ട്. മാഡിസണൊക്കെ ഇപ്പൊ കളിക്കുന്ന കാണുമ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവനൊക്കെ ഒരു 3 കൊല്ലം മുന്നേ അല്ല 2 കൊല്ലം മുന്നേ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാഡിസണൊക്കെ ഇന്ന് ഭയങ്കര ലെവലായേനെ. കാരണം ഞാൻ എപ്പോഴും ചെൽസി ഫാൻസിനോട് പറയുന്ന കാര്യമാണ്, നമ്മൾ അവനെ എന്തുകൊണ്ട് മേടിച്ചില്ല? അതും അത്രയും പൈസയില്ല, എന്തുകൊണ്ട് മേടിച്ചില്ല എന്നുള്ളത്. കാരണം ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ്, ക്വാളിറ്റി ഡെഡ് ബോൾ, ക്വാളിറ്റി ഓഫ് സപ്ലൈ, എത്രയും ഉള്ള ഒരു ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു പ്ലെയറെ എങ്ങനെയാ മേടിക്കാതെ പോകുന്നത്? അതുപോലെയാണ് ഐ തിങ്ക് ഹസാർഡിനെ സംബന്ധിച്ചോളം അവന്റെ ഹയസ്റ്റ് എന്താ പറയുക ഒരു ലിറ്റ്മസ് കരിയർ എന്ന് പറയുന്നത് അവൻ ലൊസക്ലിൽ നിന്ന് നമ്മളെടുത്ത് വന്ന ആ ടൈമാണ്. എനിക്ക് തോന്നുന്നു 2012 അവൻ ഇവിടെ വരുന്നത്. ആ ടൈമിൽ ഒരു ശരിക്കും ഒരു ടെസ്റ്റ് തന്നെയായിരുന്നു. കാരണം ഹസാർഡിന്റെ ഒരുപാട് മാജിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ വീഡിയോയിൽ കണ്ടിട്ട് ഫാൻസ് ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതുണ്ട്. പക്ഷെ ഫസ്റ്റ് 2-3 മാച്ചസിൽ തന്നെ പുള്ളി അത് ആ കുറെ പെനാൾട്ടി ഒക്കെ വിൻ ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് കളികളുണ്ട്. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. You just imagine a Belgium player. Let's not talk about his qualities. ഒരു ബെൽജിയം നാഷണാലിറ്റി ഉള്ള ഒരു പ്ലെയർ in Premier League for a club has scored 110 goals. I mean, arguably the greatest Belgian ever to have played in this game. Yes, ഒരുപാട് players ഉണ്ട്, വെസ്റ്റർഗണും ടോബി ആൽഡർവീൽഡ് ഒക്കെ ഉണ്ട്, but I would rate him as the best Belgian player ever to play in the Premier League now. So what do you think went wrong for Hazard and Real? എവിടെയാണ് പുള്ളിക്കാരൻ? Injury was an issue, but is that alone an issue? I think I see the truth was there was too many players similar to him. Hazardne pole thanne ഒരുപാട് കളിക്കാറുണ്ട്. Point number 1. Point number 2 is Zinedine Zidane ഒരു എക്സിറ്റ്. Zidane was not ഒരുപാട് സമയം അവിടെ Zidane സ്പെൻഡ് ചെയ്തില്ല. ഒരു ഷോർട്ട് പീരിയഡിൽ Zidane അവിടുന്ന് പോയി. അത് സെക്കൻഡ് റീസൺ. തേർഡ് റീസൺ ഇസ് ഇഞ്ചുറി. when you go to a big club, ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കോച്ചിന്റെ ഇൻട്രസ്റ്റിന്റെ ബാക്കപ്പിലാണ് എടുക്കുകയാണെങ്കിൽ ആ കോച്ച് പോകുമ്പോൾ ആ പ്ലെയർക്ക് ഉണ്ടാവുന്ന ഒരു ഡിഫിക്കൽട്ടി. അബമയാങ് ഹാഡ് ദിസ് പ്രോബ്ലം ആൻഡ് തോമസ് ടൂക്കൽ ലെഫ്റ്റ്. അബമയാങ് സഫേർഡ്. ഇപ്പൊ ഞാൻ മർസേയിൽ കളിക്കുന്ന അബമയാങ്ങിനെ നോക്കുമ്പോ അബമയാങ് പ്ലേസ് ഡിഫറെന്റ് ഫുട്ബോൾ. കഴിഞ്ഞ ദിവസം പുള്ളി ഒരു ലിറ്റിൽ ലവ്ലി ഡിങ്കിലൂടെ ഒരു ഗോള് സ്കോർ ചെയ്യുന്നുണ്ട് ഇപ്പൊ 2 ദിവസം മുന്നേ. സോ sometimes when a player goes because of the demand of the കോച്ചിന്റെ ആവശ്യപ്രകാരം അവിടെ പോയിട്ട് പിന്നെ ആ കോച്ച് പെട്ടെന്ന് അങ്ങ് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക അവസ്ഥ ഒരു ഇഷ്യൂ ആണ്. I think he should not have gone to that club because he was at the peak of the career. He should have stayed at Chelsea itself, because Chelsea itself was playing at the best of level. But probably മെഡ്രിഡ് അല്ല ഫാക്ടർ. എനിക്ക് ഇപ്പോഴും തോന്നുന്നു റിയൽ മെഡ്രിഡ് അല്ല ഫാക്ടർ. The factor was he loved Zidane and his play, so he wanted to play. In Chelsea he was a superstar. In Real Madrid he was a star among superstars. Correct. Right? Avade already Benzema ഉണ്ടായിരുന്നു. Benzema would come to the left wing, take up his position. അല്ലാണ്ട് ഹസാർഡിനെ ചുറ്റിപ്പറ്റി അല്ല കളിച്ചോണ്ടിരുന്നത്. Hazard had to play the way others should play, and that was not his style. No, absolutely not. Any Real Madrid side, see, you just look at the Real Madrid side. Currently they have so many superstars, full of superstars ആണ്. ഇപ്പൊ നമ്മളെ ടീം പോലെ അല്ല. നമ്മൾ ഒരിക്കലും ബാർസലോണ, റിയൽ മെഡ്രിഡ് ഇങ്ങനെയുള്ള ക്ലബ്ബുകളെ നമുക്ക് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് they always add that ഒരു സൂപ്പർ സ്റ്റാറിന്റെ
ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പം കാർവയാൽ ആയാലും വാട്ട് യു സേ മിലിറ്റാവോ, ഡേവിഡ് ആലബ എല്ലാം ഒരു സ്റ്റാർ സ്റ്റഡഡ് പ്ലേയേഴ്സ് ആണ്. അതൊന്നും ചെറിയ പ്ലേയേഴ്സ് അല്ല. മിഡ്ഫീൽഡിൽ മോഡ്രിച്ച് ഇറ്റ്സെൽഫ് ഈസ് എ സൂപ്പർ സ്റ്റാർ. I mean, Tony Cruz ഒരു സൂപ്പർ സ്റ്റാർ ആണ്. So there is so many players. Federico Valverde is an outstanding footballer ആണ്. അവരെ പോലെ വിൽക്കാൻ ഇതിനൊക്കെ പുറമെയാണ് ഇപ്പൊ ഒരു ന്യൂ സൂപ്പർ സ്റ്റാർ. ഈ സോണി ടെലിവിഷനിലെ പരസ്യം, സോണി നെറ്റ്വർക്കിന്റെ പരസ്യം കാണുമ്പം സോണി ടെലിവിഷന്റെ പരസ്യമേ ഇങ്ങനെയാ വരുന്നത്. കം ടു അവർ ചാനൽ ടു വാച്ച് CR7, നേരെ അൽ നസർ, ടു വാച്ച് ബെൻസീമ, ഇതെല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് ആൻഡ് ജൂഡ് ബെല്ലിംഗം എന്നാ കാണിക്കുന്നത്. ജൂഡ് ബെല്ലിംഗം ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ അങ്ങനെ എന്നും അവിടെ സൂപ്പർ സ്റ്റാറുകളാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് വാസ് എ റോങ് ഡിസിഷൻ. ഹി ഷുഡ് നോട്ട് ഹാവ് ഗോൺ ഇതിലും വലിയ കരിയർ ആയെന്ന്. I mean, unfortunate thing ആണ്, somebody who scored 110 goals in Chelsea, അതും എല്ലാം crucial goals. I mean, he was not even up to the 50 mark. അതൊരു 4 വർഷം കളിച്ചിട്ട് 50 ഗോൾ പോലും അടിച്ചില്ല. അതാണ് ഏറ്റവും വലിയ കൺസേൺ നമ്മളെ. So leaving that part, your favorite Hazard moments, beautiful moments for Aligi goals, Aligi, what do you thought him was so special? His ability to do something of his own. Right. People say that when Kante plays, there are two Kantes. When Hazard plays, there is only one Hazard. There is no two Hazard. There is only one Hazard. His ability to create that magic. എന്റെ മാജിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഈ വരുന്ന അടുത്ത ശനിയാഴ്ച നമ്മൾ ആർസണലിനെ ഫേസ് ചെയ്യാണ്. We have not beaten Arsenal since 2021. And that 2021 victory ഈ അസാഡിന്റെ ഒരു മാജിക് അല്ല, എന്താ പറയുന്ന, നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലത്തെ ഒരു മാജിക്. കാരണം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അസാഡിന്റെ ആ ഗോൾ വരുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2020 ഒരു കളിയിലാണ്. where he takes past 3 players and 21 തോന്നുന്നു ശ്രീകാന്ത് അത് വരുന്നത്. നമ്മളെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ആർസണലിന്റെ കൂടെ ഒരു ഗോൾ അടിക്കുന്നത് നോക്കാണ്. നമ്മള് ഇതുവരെ ആർസണലായിട്ട് കളിച്ചതില് 2021 ശേഷം ജയിച്ചിട്ടില്ല. 2021 നമ്മൾ ജയിച്ചത്. കറക്റ്റ്. അതിനുശേഷം ജയിച്ചിട്ടില്ല. 4 കളി എന്തോ 2021 ലുക്കാക്കും റീസ് ജെയിംസും ആണ് ഗോൾ അടിച്ചത്. അല്ല, അസാഡ് ഒരു ഗോൾ അടിക്കുന്നുണ്ട്. 2020 19 എനിക്കൊരു സംശയമുണ്ട്. ഫുള്ള് നമ്മളെ ഹാഫ് ബോള് ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോയിട്ട് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ. അത് എനിക്കൊന്ന് 19 തോന്നുന്നു. 19 or 20 ആയിരിക്കണം ആ ഗോൾ വരുന്നത് അസാഡിന്റെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 19 പോകുന്നതിന്റെ മുന്നേ അടിക്കുന്ന ഗോളാ അത്. ഒരു കളിയുണ്ട് യൂറോപ്പ ഫൈനൽ സ്റ്റേജിൽ ഒരു 2019 ഒരു ഗോൾ ഉണ്ട് പുള്ളിക്കാരൻ. അതില് പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ ഒരു ഹസാർഡിന്റെ ഒരു ഗോൾ ഉണ്ട്. അതാണോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് യെസ് 2018 പലതും പറയുന്നുണ്ട്. അതെ 2018 ആയിരിക്കും. പക്ഷെ അത് ലബീബ് പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. 2018-19 സീസണാണ്. അത് ആ പോകുന്ന സീസണാ. അത് മാത്രം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവൻ ലാസ്റ്റായി കളിച്ചു പോകുന്ന സീസണിലാണ് ആ ഗോൾ വരുന്നത്. നമ്മൾ അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാല് അത്തരം ഒരു മൂവ്മെന്റ് ആണ്. വി ഹാവ് നോട്ട് ഡിഫീറ്റഡ് ആർസണൽ ഫോർ ദ ലാസ്റ്റ് 4 matches. Forget about a draw. They have beaten us in all 4 matches. പ്രീമിയർ ലീഗിൽ കളിച്ച അവസാന 4 കളികളിൽ ആർസണൽ നമ്മളെ തോൽപ്പിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി ബിഗ് ചാലഞ്ച് ആണ്. അപ്പം അവിടേക്കാണ് അസാഡിന് ഓർമ്മ വരുന്നത്. സംബഡി ഹു ക്യാൻ ഹാവ് ദാറ്റ് മാജിക്കൽ മൂവ്മെന്റ്. അങ്ങനെ ഒരു പ്ലെയർ ഇല്ല. ബട്ട് ഒരു ഹാഫ് ലെവലിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം സ്ക്രീനിങ്ങിൽ ഇരുന്ന് പറഞ്ഞതാണ്, I was having a what do you call it, a jovial friendly bet ആയിട്ട് ഞാനും ടോമും കുറെ പേരെ ഞാൻ പറഞ്ഞു സ്റ്റെർലിംഗ് will be the man of the match in that Burnley game, and Sterling is like half Hazard on a given day. സ്റ്റെർലിംഗ് ഫോമിലാണെങ്കിൽ അവൻ വലിച്ചോണ്ട് പോകും, ആരെയും ഡ്രിബിൾ ചെയ്യും. അവന്റെ ഡ്രിബിളിംഗ് സ്കില്ല് ഭയങ്കരമാണ്. അതും അല്ലാണ്ട് ഈസ് എ ഗായ് ഹു വിൻസ് ലോട്ട് ഓഫ് പെനാൽറ്റീസ് ബിക്കോസ് ഇൻസൈഡ് ദ ബോക്സ് അവൻ 1-on-1 is one of the best player, similar to like Hazard. Right. So hopefully next weekend നമ്മൾ കളിക്കുമ്പോൾ I hope that Sterling stays fit and Sterling, I mean, he gets the problem. Sterling is not consistent ഇപ്പോ അത്ര. അല്ല, നമ്മൾ ഈ ഹസാർഡിന്റെ കേസ് പറയുമ്പോൾ ആഫ്റ്റർ ഹസാർഡ് ലെഫ്റ്റ്
we haven't had a consistent goal scorer. ഇല്ല, ഉണ്ടായിട്ടില്ല. We have been struggling to find somebody up front, അല്ലേ? അതെ അതെ, That's a fact. And in defenders, if defenders are scared of Chelsea forwards എന്ന് പറഞ്ഞാൽ, maybe today Arsenal might say Sterling is a concern എന്ന് പറയുന്നല്ലാണ്ട് അതെ, there is nobody, ഈവൻ മുഡ്രിക്കിന്റെ കാര്യം പറഞ്ഞാലും മുഡ്രിക്കിനെ നമ്മൾ ഹൈപ്പ് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു ഗോൾ ത്രെറ്റ് എന്ന നിലയിൽ I think the only player come close is Sterling. So the leaving of Hazard was such a big moment that ആ ഒരു ഹോള് ഫില്ല് ചെയ്യാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആബ്സല്യൂട്ട്ലി. അത് മാത്രമല്ല, ശ്രീകാന്തിന് ഞാൻ വേറെ ഒരു അപ്ഡേറ്റ് കൂടി തരാം. സ്റ്റെർലിംഗ് ഹാസ് an incredible record against Arsenal. സ്റ്റെർലിംഗ് ഹാസ് എ വെരി ഗുഡ് റിക്കാർഡ് അഗൈൻസ്റ്റ് ആർസണൽ. ആർസണലിൽ എന്നും സ്റ്റെർലിംഗിനെ പേടിയാ. കാരണം സ്റ്റെർലിംഗ് ആ എഡ്ജ് ഓഫ് ദ ബോക്സ് സൈഡിൽ നിന്ന് അകത്ത് കയറുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഓൺ എ ഗിവൺ ഡേ. പഴയ സ്റ്റെർലിംഗ് എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഉള്ള സ്റ്റെർലിംഗ് എന്താന്ന് പറഞ്ഞാല് ഒരു കളി കളിച്ചാൽ ചിലപ്പോ 2 കളി ഇത്തിരി 1-on-1 പൂറാം. അപ്പൊ അത് നമ്മള് ജസ്റ്റ് ഹോപ്പ് ചെയ്യാ നമ്മള് ആർസണലിന്റെ അവിടെ കളിക്കുമ്പോ ഹി ഗെറ്റ്സ്. കാരണം അഗൈൻസ്റ്റ് ബേൺലി ഹി വാസ് ഡെഡ്ലി. ആബ്സല്യൂട്ട്ലി ഡെഡ്ലി. ബേൺലിന് ശരിക്കും ഫസ്റ്റ് ഹാഫിലും ആ ത്രെട്ട് മുഴുവൻ ലെഫ്റ്റിലായിരുന്നു, സെക്കൻഡ് ഹാഫിലും ത്രെട്ട് മുഴുവൻ ലെഫ്റ്റിലായിരുന്നു. ആ ബോള് കാലിൽ കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഒരു സ്ലാന്റിംഗ് റൺ വിത്ത് ദ ഡ്രിബിൾ ആൻഡ് ദെൻ ദാറ്റ് കൺട്രോൾ ഇൻസൈഡ് ദ ബോക്സ്. അതൊരു ഇതാണ്. ലെറ്റ്സ് നോട്ട് ഫർഗെറ്റ് ദാറ്റ് സ്റ്റെർലിംഗിന്റെ ഒരു ഏറ്റവും വലിയൊരു അഡീഷണൽ ക്വാളിറ്റി എന്താ പറഞ്ഞാൽ 2-footed ആ. അടിച്ച ഗോള് ലെഫ്റ്റ് ഫുട്ടഡ് ആ. he can score with അവൻ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ അടിച്ച ആദ്യത്തെ ഗോൾ റൈറ്റ് ഫുട്ടഡ് ആ. അപ്പം അവനൊരു 2-footed പ്ലെയർ ആണ്. സോ ആൻഡ് he hits with great power on both legs. എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി, പഴയ സിറ്റിയിലുള്ള കൺസിസ്റ്റൻസി ഇല്ല. കമ്മിങ് ബാക്ക് ടു ഹസാർഡ്, ആ ലിവർപൂളിനെതിരെയുള്ള ഒരു ഗോള്, ഓ ബ്രില്യന്റ്, മാജിക്കൽ മൂവ്മെന്റ് ആണ്. Was it under Sarri? Under Sarri ആയിരുന്നു തോന്നുന്നു അല്ലേ? യെസ്, മൊറിഷ്യസ് സാരിയാണ്. സാരിയുടെ കീഴിലാണ് അതിന്റെ ഇതിൽ. അത് ആ മാച്ചിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ആ മാച്ച് കഴിഞ്ഞിട്ട് ജർഗൻ ക്ലോപ്പിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യു നീഡ് 6 players to stop ഈഡൻ ഹസാർഡ്. 6 കളിക്കാർ വേണം ഹസാർഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്നാ പറഞ്ഞു. ഒരു ഭയങ്കര കോംപ്ലിമെന്റ് ആണ് ഒരു പ്ലെയറിനെ സംബന്ധിച്ചോളം. 6 കളിക്കാർ വേണമെന്നാ പറഞ്ഞ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം. കാരണം അവൻ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് വൈഡിൽ നിന്ന് കേറി അതിനെ ഔട്ട്ഫുട്ട് കൊണ്ടാണ് അകത്തേക്ക് അടിക്കുന്നത് ആ ബോൾ. അവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ബാക്കി എല്ലാ പ്ലേയേഴ്സും അവിടെ നിന്ന് ഹസാർഡ് ഇങ്ങനെ ബോൾ കൊടുക്കുന്നു, പാസ് കൊടുക്കുന്നു, ഹസാർഡ് ഓടുന്നു. എവരിബഡി വാസ് ദേർ ജസ്റ്റ് ടു കൈൻഡ് ഓഫ് യുനോ എന്താ പറയുക, ബൗൺസ് പാസ് ടു ഹസാർഡ്, അത്രേ ഉള്ളൂ. എന്റെ ഹസാർഡ് അടിച്ചതില് ആർസണൽ ഗോൾ ഒരു നല്ല ആരോ ഇവിടെ പറയുന്നുണ്ടായിരുന്നു 2016-17 സുഹാസാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗോൾ എന്താ പറയാ, ഈ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആയിട്ട് ഒരു കളിയുണ്ട്, ചെൽസി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ കളിക്കുന്ന. അതില് ഇന്ന് എടുത്തു പറയുന്ന ഡെക്ലാൻ റൈസിനെ 4 കഷ്ണമായി ചീന്തി ഹസാർഡിന്റെ ഷർട്ട് പിടിക്കാൻ പോയ ഡെക്ലൻ റൈസിനെ ഡ്രിബിൾ ചെയ്ത് 1 ടച്ചിലൂടെ ബോൾ കേൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഗോൾ കീപ്പർ പ്ലേസ് ചെയ്യുന്ന ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ അടിക്കുമ്പം പിറകെ ഒരു എന്താ പറയാ എല്ലും കഷ്ണത്തിനായി ഓടി വരുന്ന ഡെക്ലൻ റൈസിനെ കാണാം. ഡെക്ലൻ റൈസിന് കിട്ടിയില്ല, ഹസാർഡ് പോയി, ഹസാർഡ് ഗോൾ അടിച്ചു പോയി കളഞ്ഞു. കാരണം അവിടെ അത് ആ ഗോളിന്റെ മഹത്വം എവിടെയാന്ന് പറഞ്ഞാല്, വെസ്റ്റ് ഹാമിന്റെ ഒരു വീഡിയോയിൽ ഡെക്ലൻ റൈസിനോട് ഒരു ചോദ്യം വരുന്നുണ്ട് അവിടെ. ഡെക്ലൻ റൈസിനോട് ചോദിച്ചു, ഹു ഈസ് ദ ഡിഫിക്കൽട്ട് പ്ലെയർ യു ഹാവ് പ്ലേഡ് എന്ന്. അവൻ ഒരു തരി പോലും ആലോചിക്കാതെ പറഞ്ഞത് ഇറ്റ് ഹാസ് ടു ബി ഈഡൻ ഹസാർഡ് എന്നാ പറഞ്ഞത്. ഇറ്റ് ഹാസ് ടു ബി ഈഡൻ ഹസാർഡ് എന്നാ പറഞ്ഞത്. കാരണം ആ ഗോൾ അവൻ മറക്കില്ല. കാരണം ആ ബോൾ എടുക്കുമ്പം പാരലായിട്ട് റൈസ് ഉണ്ട്. അവൻ റൈസിനെ ഡ്രിബിൾ ചെയ്തിട്ട് റൈസ് കൈ നീട്ടുന്നുണ്ട് അവന്റെ ഷർട്ട് പിടിക്കാനായിട്ട്, കിട്ടുന്നില്ല. എന്നിട്ട് ഹസാർഡ് ഒരു 3 മീറ്റർ പോകുമ്പോ പിറകെ ഓടുന്നുണ്ട്. എന്നിട്ടാണ് ബോഡി ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് റൈറ്റ് ഫുട്ട് എടുത്ത് കേൾ ചെയ്യുന്നത്. ആ കേൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഉണ്ടല്ലോ ഒരു അനിമേഷൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു പട്ടി ഓടുന്ന ഫ്രണ്ടിൽ ഒരു എല്ലും കഷ്ണം അങ്ങനെ തോന്നുള്ളൂ. എനിക്ക് കിട്ടിയില്ല, അമ്മാരി അടി അവൻ അടിച്ചത്. അത് ഒരു മറക്കാൻ പറ്റാത്ത ഗോളാണ്. പിന്നെ മറ്റേ സ്പേഴ്സിനെതിരെയുള്ള അവരുടെ സ്പേഴ്സിന്റെ ടൈറ്റിൽ ചാലഞ്ച് നശിപ്പിച്ച ആ ഒരു കേളർ. അതെ ട്രൂ. അത് ഒരു എന്താ പറയുന്നത്,
ടോട്ടൻഹാമിനെ അസാഡിനെ മറക്കാൻ പറ്റാത്ത ചരിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന ഒരു ഗോളാണ്. അതെ അതെ തീർച്ചയായിട്ടും. കാരണം ഈ സ്പേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്, ആ ഒരു സീസണിൽ നമ്മള് അതുപോലത്തെ ഒരു കളി കളിച്ച ഒരു ടൈമിൽ they were looking like consistent performers. സഡൻലി ആണ് അതിന്റെ പിന്നീട് അതൊരു ഫേഡ് ആവുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഒരു എന്താ പറയാ ഒരു ഹിസ്റ്റോറിക് മൂവ്മെന്റ് ആണ് അത്. See, those changes everything, isn't it? ഇപ്പൊ ഉദാഹരണത്തില് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ സ്പേഴ്സ് goes on to win that title. Pochettino establishes himself as a elite coach. He gets the fund from Daniel Levy. Then probably Tottenham Hotspur ഇന്ന് ആൻജെ പോസ്റ്റോകോഗ്ലു കാണിക്കുന്നതിനേക്കാളും മുമ്പ് അത് കാണിച്ചു തുടങ്ങിയനെ. ഹിസ്റ്ററി I mean, one of the ഒരുപാട് വാട്ട് ഇഫ് മൊമെന്റ്സിൽ മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് വാട്ട് ഇഫ് ഹസാർഡ് ഡിഡ്ന്റ് സ്കോർ ദാറ്റ് ഗോൾ എന്നുള്ളൊരു ചോദ്യം. അതാണ് അതായത് നമ്മള് ഒരു വിജയത്തിനും പരാജയത്തിനും നടുക്കിലുള്ള മാർജിൻ എന്ന് പറഞ്ഞാൽ ഒരു നൂലിഴയുടെ ഒരു മാർജിനേ ഉള്ളൂ. ഞാൻ ഇന്ന് 1-2 പേര് ഓഫീസില് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് എന്നോട് കുറച്ച് അഭിപ്രായങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സി ബ്ലാസ്റ്റേഴ്സ്, ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ബ്ലാസ്റ്റേഴ്സ് എല്ലാ കളിയും ഹോമിൽ കളിക്കുകയാണെങ്കിൽ ISL കൊണ്ടുപോകും ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ അന്നും ഇന്നും ഉള്ള പ്രോബ്ലം ഇപ്പോഴും മാറിയിട്ടില്ല. They have lost the last 6 away games. See, if you don't win away from home, you don't win titles. It's very simple. അത് ഏത് ലീഗിലായാലും തന്നെ. സോ അതുപോലെ തന്നെയാണ് ഈ ടോട്ടൻഹാമിനൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, ടോട്ടൻഹാം സുപ്രമസി അറ്റ് ഹോം ഇന്നും ഉണ്ട്. The percentage of victories at home അവരുടെ പുതിയ ഗ്രൗണ്ടിൽ നോക്കിയാൽ ഭയങ്കര സുപ്രമസിയാണ്. Where Tottenham struggles is away from home, certain matches, winnable matches, win ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. I mean, I'm just connecting that with Kerala Blasters-ന്റെ കൂടി ഒരു കാര്യം. ഇന്ന് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് വെച്ച് ഷായിച്ചേട്ടാ കേരള ബ്ലാസ്റ്റേഴ്സ് ടൈറ്റിൽ അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, മോനെ 22 കളിയും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിൽ വെക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടൈറ്റിൽ അടിക്കും. കാരണം 12th മാൻ നിങ്ങള് ഫാൻസ് ആണ്. മറിച്ച് 11 കളി അവേ പോയിട്ട് കളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കളി ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഹസാർഡ്, ഓസ്കാർ ആൻഡ് മാറ്റ, ഡെഡ്ലി കോമ്പിനേഷൻ. ഇതില് ഈ ഒരു ഡിസപ്പോയിന്റ് എനിക്ക് മാറ്റയുടെ കരിയർ. മാറ്റ ഹാഡ് ഇല്ലസ്ട്രിയസ് കരിയർ, ഒന്നും പറയാനില്ല. അവൻ ചെൽസിയിൽ 2 വർഷം പ്ലെയർ ഓഫ് ദി സീസൺ ആയിരുന്നു. മാറ്റയെ പിന്നെ വിൽക്കാൻ വേണ്ടി വന്നത് വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടും, കാരണം മൊറിനിയോ ഹാസ് ടു സെൽ ഹിം ദാറ്റ് ബിക്കോസ് ഹി വാസ് നോട്ട് ഗെറ്റിംഗ് ദി ഗെയിം ടൈം. ബട്ട് ഹി വാസ് എ ബ്രില്യന്റ് പ്ലെയർ. എനിക്ക് ഏറ്റവും നിരാശ തോന്നിയ ഒരു പ്ലെയർ ഓസ്കർ. ഭയങ്കര ടെക്നിക്കലി ഗിഫ്റ്റഡ് പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മള് സിൽവയെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത്തരത്തിൽ നമ്മള് ഒരുപക്ഷെ ഓസ്കർ നിന്നിരുന്നെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തേനെ. പക്ഷെ ഒരു സാമ്പത്തിക ആവശ്യത്തിനായിട്ടാണ് പുള്ളി ഏഷ്യയിലേക്ക് കളിക്കാൻ വരുന്നത്. കാരണം ഓസ്കറൊക്കെ എന്ന് പറഞ്ഞാല്, ഓസ്കറൊക്കെ കാലില് ആ 1 ടച്ച് എന്ന് പറയുന്ന സാധനം, അതായത് ബോൾ കാലിന്ന് പോവില്ല. ഈ തോമസ് ട്യൂഷലിന്റെ കീഴില് നമ്മൾ ഈ കായ് ഹവേർട്സും ടിമോ വർണറൊക്കെ 1 ടച്ച് ഇല്ല കാലിന്ന് ബോൾ വെച്ചു. ഈ ഓസ്കാറിനൊക്കെ കളി കണ്ടു കഴിഞ്ഞാൽ കാലിന്ന് ബോൾ പോവില്ല. ടച്ച് അത്രയും ക്വാളിറ്റി ഉള്ള ടച്ച്, അത്രയും ടെക്നിക്കലി ഗിഫ്റ്റഡാ. അനദർ പ്ലെയർ ഹൂ, ഐ മീൻ, അതെ അഭിനവ് പറഞ്ഞ പോലെ യുവന്റസിനുണ്ട് ടെക്നിക്കലി ഗിഫ്റ്റഡ് ഫുട്ബോളർ. ഇപ്പോഴും കളിക്കുന്നുണ്ട്, ഇപ്പോഴും ഞാൻ കാണാറുണ്ട് ചില കളികള്. ആ ബോൾ കൺട്രോൾ അതൊന്നും ഓസ്കാറിന്റെ അടുത്ത് പോയിട്ടില്ല. അങ്ങനെയുണ്ട്. പക്ഷെ എന്നും കളിക്കാവായിരുന്നു, ഒരു 3-4 വർഷം കൂടി കളിക്കാവായിരുന്നു. എനിവേ, അത് ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഹസാർഡ് ഡിയാഗോ കോസ്റ്റ കോമ്പിനേഷൻ വാസ് ബ്രില്യന്റ്. ജിറു കുറച്ചാള് ഹസാർഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. The thing I like about Hazard is ഏതൊരു എൻവയൺമെന്റിലും പുള്ളിക്കാരൻ ചെൽസിയിൽ ത്രൈവ് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് കോച്ചസിന്റെ കീഴിലായത്. Was it Antonio Conte? Was it Mauricio Sarri? Different style of play. ആന്റോണിയോ കോണ്ടെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാരിയുടെ കളി. And then yet he adapted. He had no problem. അതായത് ഒരു സിസ്റ്റം വേണ്ട പുള്ളിക്കാരന്. He would strive. Just put him in the team. അല്ലേ? അതെ, അത് മാത്രമല്ല, സാരിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ കോണ്ടെ വന്നപ്പോ, കോണ്ടെ ശരിക്കും സാധാരണ ഒരു പ്ലെയറിനും കൊടുക്കാതെയാണ് പുള്ളിക്കൊരു ഫ്രീഡം കൊടുത്താ കളിച്ചത്. ഡിഫെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിഫെൻഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും അസാഡിന് ഉണ്ടായിരുന്നില്ല. he told Hazard, you play wherever you want, wherever the ball is there you go and play. അപ്പൊ അസാഡ് അങ്ങനെ കളിച്ച ഒരു സീസൺ ഉണ്ട് കോൺടെയുടെ കീഴിൽ. അതൊക്കെയെന്ന് പറഞ്ഞാല് ഐ മീൻ എന്താ ഒരു ക്വാളിറ്റി ഫുട്ബോളറിന്റെ
the way he gets that attribute എന്നുള്ളതാണ് അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം. Sometimes people are very lucky, especially French league എന്നൊക്കെ വന്നിട്ട് ഇപ്പൊ അസാഡും ഡ്രോഗ്ബയൊക്കെ അവിടുന്ന് വന്ന ആളുകളാണ്. ടു ബി വെരി സക്സസ്ഫുൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ടു സ്കോർ 110 goals. I think he scored 110 goals for Chelsea. 110 ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നല്ല. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഒരു ഫുട്ബോളറെ സംബന്ധിച്ചോളം. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, ഒരു ടെണ്ടുൽക്കർ 100 സെഞ്ചുറി അടിക്കുന്നതിന് തുല്യമാണ് 100 ഗോൾ പ്രീമിയർ ലീഗ് അടിക്കാന്ന് പറഞ്ഞത്. Correct. And he achieved that. ഞാൻ എക്സാക്ട് സ്റ്റാറ്റ്സ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയാണ് പുള്ളിക്കാരൻ അതിനകത്ത്, അയ്യോ എവിടെ പോയി കാണാനില്ല. എക്സാക്ട് സ്റ്റാറ്റ്സ് നോക്കായിരുന്നു എത്രയുള്ളൂ. ഓൺലി ഞാൻ ലാക്ക് ഫോർ ഹങ്കർ ഹി വുഡ് ഹാവ് ബീൻ ഹയർ പൊസിഷൻ. മേ ബി മെന്റാലിറ്റി വുഡ് ഹാവ് ബീൻ കീ. കുറച്ച് ഉടപ്പിയ ഒരു പ്ലെയർ ആണോ എന്നുള്ളൊരു സംശയമുണ്ട് മെന്റാലിറ്റി വൈസ്. ട്രെയിനിങ്ങിലൊക്കെ പ്രോബ്ലി നെൽസൺ പറയുന്ന പോയിന്റ് കറക്റ്റ് ആണ്. ഹി ക്യാൻ സ്റ്റിൽ സ്കോർ ഗോൾസ് എന്ന് തന്നെ. പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ ചില പ്ലെയേഴ്സ് ഉണ്ട് ഓൺ ട്രെയിനിങ് ദേ ഡോണ്ട് സി. ഇത് ഞാൻ പറഞ്ഞു കേട്ടതാണ്, മില്യനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹി ഡസന്റ് വർക്ക് ഹാർഡ് ഇൻ ദ ട്രെയിനിങ്. അത് ചിലപ്പോ എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് എന്ന് പറയാൻ പറ്റില്ല. പ്രോബ്ലി അവന്റെ ഒരു ഇന്റലിജൻസ് കോഷ്യന്റ് ആണ്. സി ഐ മീൻ you look at a player like Lionel Messi who is very accurate in taking free kicks. It is being told that Messi doesn't try different angles on a training pitch. Messi just tries free kicks. There are certain footballers, but David Beckham was trying angles. He used to try different angles with the dummy man sheets വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്. But Messi doesn't do that. But still, if you look at the accuracy of മെസ്സിയുടെ ഒരു ഫ്രീ കിക്സിന്റെ അക്യുറസി നോക്കിക്കഴിഞ്ഞാൽ ഏത് ആംഗിൾ കൊടുത്താലും മെസ്സി ടാർഗറ്റിൽ അടിക്കും. അത് എനിക്കൊന്ന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. അയാളുടെ സ്കില്ലുകൾ നാച്ചുറലി ഇൻവൈബായി കിടക്കുന്നുണ്ട്. പ്രോബ്ലി അതുകൊണ്ടായിരിക്കും ഈ അസാറിനെ പോലത്തെ പ്ലെയർ ഒക്കെ ഈ ട്രെയിനിങ്ങിൽ വരുമ്പോൾ ഫുൾ അഗ്രഷനും അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു ഫോക്കസും കൊടുക്കാത്തത്, ഇത്ര ലേസി ആയിട്ട് കാണുന്നത്. ബട്ട് ഓൺ ദ പിച്ച് അസാഡ് വാസ് ഡിഫറെന്റ്. റിയൽ മാച്ച് സിറ്റുവേഷനിൽ വേറെ അസാഡ്. Awesome. Before we conclude, any final words on Hazard? Before we conclude, golden era, ഒരു സുവർണ കാലം എന്നാണ് ഇത്. നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഇന്നിപ്പം പല ഗ്രൂപ്പുകളിലും, ഞാനുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള സംസാരം, നമ്മള് അടുത്ത ശനിയാഴ്ച ആർസണലിനെ തോൽപ്പിക്കണം, അർട്ടറ്റയെ തോൽപ്പിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ ആർസണൽ എന്ന് പറയുമ്പോൾ ഇന്ന് ഓർക്കുന്നത് ഞാൻ അസാഡാ. ഞാൻ അപ്പോഴും പറഞ്ഞു ആർസണൽ ആർ സ്റ്റിൽ ദ ഫേവറേറ്റ്സ്. ബിക്കോസ് ആർസണൽ പോലത്തെ ക്ലബിന്റെ കൂടെ കളിക്കുമ്പോൾ ഒരു മാജിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ഉണ്ടാവണം, ഈ പ്രത്യേകിച്ച് ഈ ടീമിന്റെ കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റെർലിംഗ് അന്ന് തീർച്ചയായും നല്ല ഫോമിലായിരിക്കണം എന്നുള്ളത്. കാരണം അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ ഈ ടോപ്പ് ടീംസിനെ കളിക്കാൻ പറ്റും. കാരണം ഈ ആർസണൽ സിറ്റിയുടെ കൂടെ കളിച്ച കളിയിൽ വളരെ നന്നായി കളിച്ചിട്ടാണ് അവർ ആ ഗോൾ അടിച്ചതും, വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. സോ ഐ മീൻ ഹസാർഡ് ഈസ് എ ഗോൾഡൻ ഇയർ ആണ്, ഗാർഡൻ ഓഫ് ഈഡൻ. നമ്മൾ എപ്പോഴും പറയില്ലേ, ഈ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജിൽ അസാഡ് കളിക്കുമ്പോൾ പുല്ല് പോലും ഉറങ്ങാറില്ല എന്നാ പറയുന്നത്. ഒരു പുല്ല് പോലും ഉറങ്ങാറില്ല. കാരണം പുല്ലിന് പോലും അറിയാം ഈ മാന്ത്രികൻ എന്നെ വെട്ടിച്ചുകൊണ്ടാണ്, എന്റെ വഴിയിലൂടെയാണ് ഇവൻ ഈ ഗോൾ അടിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം അതൊരു എന്താ പറയുന്ന ഒരു ഇംഗ്ലീഷ് റൈറ്ററിന്റെ ഒരു ആർട്ടിക്കിൾ വന്ന, ഈവൻ ദ ഗ്രാസ് ഇൻ ദ സ്റ്റാൻഫോർഡ് ബ്രിഡ്ജ് ഡസന്റ് സ്ലീപ് ബിക്കോസ് ദ ഗ്രാസ് ഫിയേഴ്സ് ഇസ് ട്രിക്കറി എന്നാ പറഞ്ഞത്. ഇവന്റെ മാന്ത്രിക ശക്തിക്ക് പുല്ല് പോലും പേടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോംപ്ലിമെന്ററി പ്ലെയർ, പെർഹാപ്സ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പ്ലെയർ the club has seen. I am not sure whether we are going to get that kind of a player in near future. മുഡ്രിക്കൊക്കെ അങ്ങനെ ആകും എന്നൊക്കെ പലരുടെയും അഭിപ്രായങ്ങളും അതുകൊണ്ട് ചില പ്ലെയേഴ്സിനെ നമുക്ക് കിട്ടാൻ വലിയ പാടാണ്. നമുക്കത് എപ്പോഴും മനസ്സിലായി. നമ്മൾ ഈ പ്രീ സീസൺ തുടങ്ങിയപ്പം ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള കുറെ ഫാൻസ് നിക്കലസ് ജാക്സന്റെ പ്രീ സീസൺ കണ്ടിട്ട് നെക്സ്റ്റ് ഡ്രോഗ്ബ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രോഗ്ബ കംസ്, ഡ്രോഗ്ബ ഗോസ്, നോ അതർ ഡ്രോഗ്ബ കംസ്. ഇതാണിത്, വേറൊരു ഡ്രോഗ്ബ വരില്ല. കാരണം എന്താ പറയാ, ഡ്രോഗ്ബ ഒരു ഇൻസ്പിറേഷണൽ സ്ട്രൈക്കർ അല്ല, ഒരു ടെററാണ്. ഈ ക്യാൻ ബുൾഡോസ് എവറിബഡി. എത്ര ഡിഫറെന്റ് അതൊക്കെ നമ്മള് ശരിക്കും അറിയേണ്ടതെന്ന് പറഞ്ഞാല് യു ഹാവ് ടു എന്താ പറയുന്നത്, നമ്മളെ സോൾ കാമ്പൽ ഉണ്ടല്ലോ, ആർസണലിന്റെ പഴയ ഡിഫൻഡർ.
സോൾ ക്യാമ്പിൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യു പുട്ട് 4 സെന്റർ ബാക്സ് ടു ഡ്രോഗ്ബ, 4 സെന്റർ ബാക്കിനെ ഡ്രോഗ്ബയുടെ കൂടെ ഇട്ടാലും സ്റ്റിൽ they all 4 will struggle to get in now. അതുകൊണ്ട് when they said about Jackson, I said don't put Jackson in that category. Jackson is a good striker. ഡ്രോഗ്ബ വന്ന് ഡ്രോഗ്ബ പോയി, ഇനിയൊരു ഡ്രോഗ്ബയെ പ്രതീക്ഷിക്കണ്ട, അതൊന്നും ഇനി വരില്ല, അത്ര ഇതിൽ വരില്ല. റൈറ്റ്. ഓസം. എനിവേ നിർത്തുന്നതിന് മുമ്പ് എനിക്കും പറയാനുള്ള ഒരു പോയിന്റ്, ഒരിക്കലും വിഷമിക്കരുത് ഹസാർഡ് വിരമിച്ചു എന്നുള്ളതിൽ. സന്തോഷിക്കുക, ഹസാർഡിന്റെ കാലഘട്ടം നമുക്ക് കാണാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയപ്പെടുന്നത് യൂലിസിസ് എന്ന് പറയുന്ന ബുക്കിൽ താൻ പറയുകയാണ്, ഐ ലിവ്ഡ് അറ്റ് ദ ടൈം ഓഫ് ഹെക്ടർ, ഐ ലിവ്ഡ് അറ്റ് ദ ടൈം ഓഫ് അക്ലീസ്. അതുപോലെ തന്നെ നമുക്കിന്ന് പറയാനുള്ളത്, ചെൽസി ഫാൻ എന്ന നിലയിൽ, we lived at the times of Eden Hazard. We saw his greatness, we saw his magic. Be proud that we saw that happened. നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല that he retired. It's done, but we are happy that he played for us. We are happy that he gave us 7 golden years of his career and some magical moments. നമുക്ക് ഇന്ന് പറഞ്ഞ് രസിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനുമായിട്ടുള്ള നിമിഷങ്ങൾ ഹസാർഡ് തന്നതിൽ ഒരുപാട് നന്ദി ഈഡൻ ഹസാർഡ്. ഒരുപാട് നന്ദി. വിഷ് യു എ വെരി വെരി ഹാപ്പി റിട്ടയർമെന്റ്. ഷാജേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ശ്രീകാന്ത്, പോകുന്നതിന് മുമ്പേ ജിഷ്ണു കുറെ ചോദിക്കുന്നത് ഈ KBFCയിലെ കണ്ട മെയിൻ പ്രോബ്ലം എന്നാണ്. ജിഷ്ണു, KBFCയിലെ മെയിൻ പ്രോബ്ലം എനിക്ക് തോന്നിയത് മിഡ്ഫീൽഡാണ്. അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ജിക്സൺ ആണ്. ജിക്സൺ ഇപ്പൊ ഇഞ്ചേർഡ് ആയിട്ട് ഇന്ത്യ മലേഷ്യ കളിക്കുന്നുണ്ട് 2 ദിവസത്തില്, പക്ഷെ ജിക്സൺ പോകുന്നില്ല. ബട്ട് ഐ തിങ്ക് ആ മിഡ്ഫീൽഡില് ഡാനിഷ് ഫറൂഖ് ഈസ് എ ഡിഫറെന്റ് ക്വാളിറ്റി പ്ലെയർ ആണ്. പക്ഷെ ഡാനിഷ് ഫറൂഖ് കൺസിസ്റ്റന്റ് അല്ല. 10 മിനിറ്റ് നന്നായി കളിക്കും, 10 മിനിറ്റ് എനിക്ക് തോന്നുന്നത് അവിടെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ദേ മസ്റ്റ് ട്രൈ ടു ഗെറ്റ് സംബഡി ഇൻ ദറ്റ് മിഡ്ഫീൽഡ്. ബിക്കോസ് ഈ സിറ്റിയുടെ കൂടെ, മുംബൈ സിറ്റിയുടെ കൂടെ കളിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹി വാസ് ഗെറ്റിംഗ് വർക്ക് ലോഡ് ഓവറായിട്ട്. ജിക്സൺ വർക്ക് ലോഡ് ആയോ എന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് വെൻ യു ഹാവ് പ്ലേയേഴ്സ് ലൈക്ക് മോഹനൻ ആൻഡ് സാക്കായ് പ്ലേയിങ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് ദ റൈറ്റ്, ദ പീപ്പിൾ ഹു റൺ ഡയറക്റ്റ് റണ്ണേഴ്സ് ആണ്. So you have to, somebody has to control the midfield, especially when you look at the other side of it. You are looking at Van Neef, Stewart. There are people who will come in the middle and play. അവിടെ എനിക്ക് തോന്നി ഡാനിഷ് ഫറൂഖിനെ പോലത്തെ ആളെ കളിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം തോന്നുന്നത് 10 മിനിറ്റ് നന്നായി കളിക്കും, 10 മിനിറ്റ് ഓഫ് ആവും. ജിക്സൺ ഇസ് എ വെരി കൺസിസ്റ്റന്റ് പ്ലെയർ ആണ്. ഇന്ത്യയിലെ ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് CDM ആണ് ജിക്സൺ. സോ ഐ തിങ്ക് അവിടെ ഒരു പ്ലെയർ മിസ്സിംഗ് ആണോ എന്ന് തോന്നുന്നുണ്ട്, എസ്പെഷ്യലി അവേ ഫ്രം ഹോം. ബിക്കോസ് അവേ ഫ്രം ഹോം ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ഒരു കൗണ്ടർ attacking football ആണ്, അല്ലാണ്ട് all out football അല്ല. അപ്പൊ I think he is getting workloaded. That is a problem, I think. Thank you. All right, thank you Shajeta. Thanks everybody for joining. Thank you. Thanks so much. Wish Eden Hazard a happy retirement. Everybody, thanks Shajeta. Take care. Bye bye. Thank you. Bye.